കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന ബിന്ദു കൃഷ്ണ. പാർട്ടി പറഞ്ഞത് എന്താണോ അതനുസരിക്കും. പകുതിയിലധികം സീറ്റിലും വനിതകളും യുവാക്കളും മത്സരിക്കുമെന്നും ബിന്ദു കൃഷ്ണ മീഡിയ വണിനോട് പറഞ്ഞു. കൊല്ലം മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി 11 നിയമസഭാ സീറ്റുകളിലും വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തിൽ UDF മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ സമാനതകളില്ലാത്ത ജനദ്രോഹ നടപടികൾ മനം നൊന്ത പ്രതിഷേധത്തിലും അമർഷത്തിലും കഴിയുന്ന കേരള ജനത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് പോലെ UDFനെ അധികാരത്തിൽ എത്തിക്കുവാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. ഇത് പാർട്ടി പറയും. പാർട്ടി എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കും. ഈ തവണ കൊല്ലത്തെ ഒരു മത്സര രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മുകേഷ് ശക്തനായ ഒരു നേതാവാണ്. അപ്പോൾ അവരെ തോൽപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഈ തവണ ഉണ്ട്. തീർച്ചയായും ഉണ്ട്. പിണറായി വിജയന്റെ പ്രതിനിധിയായിട്ടാണല്ലോ ആരാണെങ്കിലും വരുന്നത്. ആ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ. ഈ തവണ ഒരു വനിതകളുടെയും ഒരു പ്രതിഷേധം ഉണ്ടാകില്ല. ഒരിക്കലും ഉണ്ടാകില്ല. എല്ലാ വനിതകളെയും ചെറുപ്പക്കാരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ 140 സീറ്റിൽ വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കൊല്ലത്തും അത് തന്നെയാണ്. ഒട്ടും വ്യത്യസ്തമല്ല.